തമിഴ്നാട് നിയമസഭയിൽ ടി.വി.കെ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. എ.ഐ.എ.ഡി.എം.കെയിൽ ഒരു വിഭാഗം വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് വിവരം. സി.വി. ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. ഇത്തരമൊരു നടപടിയുണ്ടായാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് ഔദ്യോഗിക പക്ഷവും നൽകിയിട്ടുണ്ട്. ഇന്ന് തമിഴ്നാട് ടി.വി.കെക്കും വിജയ്ക്കും നിർണായകമാകുന്ന ഒരു ദിവസമാണ്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. 120 ഭൂരിപക്ഷം ആണ് ടി.വി.കെക്കുള്ളത്. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് ടി.വി.കെക്ക് തമിഴ്നാട് നിർണായകമായൊരു ദിവസം കൂടിയാണ്. 120 ഭൂരിപക്ഷമുണ്ട്. വിശ്വാസ വോട്ടെടുപ്പ് അതിജീവിക്കുമോ എന്നൊരു ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. അനുശ്രീ, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. പക്ഷേ 120 എന്ന സംഖ്യയിൽ നിൽക്കുമ്പോഴും ഒരു MLA കാര്യത്തിൽ വോട്ട് ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ശ്രീനിവാസ സേതുപതി തിരുപ്പത്തൂർ മണ്ഡലത്തിൽ ടി.വി.കെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന് ഈ ഒരു വോട്ടിനാണ് വിജയം ആയതുകൊണ്ട് തന്നെ അതിൽ തർക്കം വരികയും മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വിശ്വാസ വോട്ടിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ടി.വി.കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം എ.ഐ.ഡി.എം.കെയിൽ ഭിന്നിപ്പാണ്. എ.ഐ.ഡി.എം.കെയിലെ ഒരു വിഭാഗം വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ ഇവർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഷൺമുഖം എന്ന നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എ.ഐ.ഡി.എം.കെയിൽ ഇപ്പോൾ പിളർപ്പുണ്ടായിരിക്കുന്നത്. 47 MLA-മാരാണ് ആകെ എ.ഐ.ഡി.എം.കെക്ക് ഉള്ളത്. ഇതിൽ 32 പേർ ഉണ്ടെങ്കിൽ മാത്രമേ 3/2 ഭൂരിപക്ഷത്തോടു കൂടി വന്നാൽ മാത്രമേ അവർക്ക് ഈ അയോഗ്യത മറികടക്കാൻ കഴിയൂ. ഇങ്ങനെ പിളർന്നു പോവുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന കാര്യമാണ് എടപ്പാടി വിഭാഗം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ വിജയെ സംബന്ധിച്ച് നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും അത് സർക്കാരിനെ ഒരു അസ്ഥിരപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ 6 മാസമാണ് DMK സമയം നൽകിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ 6 മാസത്തെ ഭരണം നോക്കട്ടെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ വലിയ സാധ്യത ഇപ്പോഴും തമിഴ്നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ADMK-യുമായി DMK സഹകരിച്ചില്ലെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം എന്നതിൽ നിന്ന് വിജയ് സർക്കാർ താഴേക്ക് പോയാൽ രാഷ്ട്രപതി ഭരണം എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ BJP-യുടെ കടന്നുകയറ്റം DMK-യും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ DMK അവരുടെ നീക്കങ്ങൾ നടത്തുകയുള്ളൂ. ഇതിനകം തന്നെ DMK മുന്നണിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ തന്നെ വിജയിയെ പിന്തുണയ്ക്കുന്ന നിലയുണ്ട്. അവർ ആ പിന്തുണ അറിയിച്ചു. അങ്ങനെയാണ് വിജയ്ക്ക് ഈ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. അതുതന്നെ DMK ആ ഘടകകക്ഷികളോട് പറഞ്ഞത് BJP-യെ ഒഴിവാക്കാൻ ഇത്തരമൊരു പിന്തുണ നൽകുന്നതിൽ തെറ്റില്ല എന്ന ഒരു സന്ദേശം DMK കൈമാറുകയായിരുന്നു. ഏതായിരുന്നാലും കോൺഗ്രസുമായുള്ള സഖ്യം DMK അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പാണ്. വിജയ് സർക്കാർ അധികാരത്തിൽ വരുമെന്നത് ഉറപ്പാണ്. ഈ കൂറുമാറി വരുന്ന MLA-മാർ അല്ലെങ്കിൽ ADMK വിഭജിച്ച് വരുന്ന MLA-മാർ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവുകയും അവർ വിജയെ പിന്തുണയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ മെജോറിറ്റിയിലേക്ക് TVK മാറുന്ന ഒരു നിലയുണ്ടാകും. അങ്ങനെയെങ്കിൽ TVKയ്ക്ക് 5 വർഷം മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ സുഗമമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ആ ഒരു സാഹചര്യമാണ് TVK ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. ഷൺമുഖത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിജയ് നേരിട്ടെത്തുകയും ഈ വിമത MLA-മാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. 32 എന്ന ഒരു സംഖ്യയിലേക്ക് അവർ എത്തുകയാണെങ്കിൽ തീർച്ചയായും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നിയമപ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരില്ല. അങ്ങനെയെങ്കിൽ TVKയ്ക്ക് കൂടുതൽ MLA-മാരെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അനുശ്രീ, വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.